ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 37 ശ്രീകൃഷ്ണാവതാര പ്രസ്താവം. ശ്ലോകം 6. ശ്രുത്വാ കർണരസായനം തവ വച സർവേഷു നിർവാവിത സ്വാന്തേശീഷഗതേഷു താവകൃപാ പീയൂഷതൃപ്മാത്മസൗ വിഖ്യാതേ മധുരാപുരേ കില ഭവസാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാം മുദവഹത് രാജാസശൂരാത്മജഃ. പദം ശ്രുത്വാ കർണരസ അയനം തവ വച സർവേഷു നിർവാവിത സ്വ അന്തേഷു താവക കൃപാ പീയൂഷ തൃപ്ത ആത്മസൗ വിഖ്യാതേ മധുര പുരേ കില ഭവത് സാന്നിധ്യ പുണ്യ ഉത്തരേ ധന്യാം ദേവക നന്ദനാം ഉദവഹത് രാജ സ ശൂര ആത്മജ. അർത്ഥം: കർണാമൃതം പോലുള്ളതും ചൈതന്യം പ്രദാനം ചെയ്യുന്നതുമായ ഭവത് വചസ്സുകൾ കേട്ട് ദേവന്മാരെല്ലാം സംതൃപ്തരും ശാന്തചിത്തരുമായി മടങ്ങിപ്പോയി. അങ്ങയുടെ സാന്നിധ്യം മൂലം പരിപൂതമാക്കപ്പെട്ട മധുരാനഗരത്തിലെ ശൂരപുത്രനായ വസുദേവൻ ധന്യയും സ്വാത്വിയുമായ ദേവകിയെ പരിണയിച്ചു. ശ്ലോകം 7. ഉദ്വാഹാവസിതൗ തദീയ സഗജ കംസോദ സമ്മാനയൻ ഏതൗ സൂതതയാ ഗതപതിരതേ വ്യോമോഥയാ ത്വദ്ഗിരാ അസ്യാസ്ത്വാം അതിദുഷ്ടമഷ്ടമസുതോ ഹന്തേഹി ഹന്തേരിദഃ സന്ത്രാസാത് സതു ഹന്തുമന്തികഗതാം ധന്യീം കൃപാണീമദാത്. പദം: ഉദ്വാഹ അവസിതൗ തദീയ സഹജ കംസ അധ സമ്മാനയൻ ഏതൗ സൂതതയാ ഗത പതിരഥേ വ്യോമ ഉത്ഥയാ ത്വദ്ഗിരാ അസ്യ ത്വാം അതിദുഷ്ടം അഷ്ടമസുത ഹന്ത ഇതി ഹന്ത ഈരിതഃ സന്ത്രാസാത് സ തു ഹന്തും അന്തികഗതാം ധന്വീ കൃപാണീം അതാത്. അർത്ഥം: വിവാഹാനന്തര പത്നിയോടുകൂടി സ്വഗ്രഹത്തിലേക്ക് തിരിച്ച വസുദേവൻ്റെ രഥം നടത്തിയത് ആദര പ്രചോദിതനായ കംസൻ തന്നെയായിരുന്നു. വഴിക്ക് വെച്ച്, ഹേ ദുഷ്ട, നീ തന്നെ സാരഥ്യം വഹിക്കുന്ന രഥത്തിൽ ആസനസ്ഥയായിരിക്കുന്ന ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ സംഹരിക്കും എന്ന് ഭഗവതേച്ഛ മൂലമുണ്ടായ അശരീരി കേട്ടപ്പോൾ ഭയചകിതനായ കംസൻ അരികിലിരിക്കുന്ന ആ ധന്യയെ നിഗ്രഹിക്കാൻ വാളെടുത്തു. ശ്ലോകം 8. ഗൃഹാനച്ചിഗുരേഷു താം ഖലമതി ശൗരേ ചിരം സ്വാധ്വനയർ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോദയാദോ ഗൃഹാൻ ആദ്യം തത്സഹജം തദാർപ്പിതമഭിസ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവപുഷ്ടകരുണ ദൃഷ്ടാഹിതീരേകദാ. ഗൃഹാനഃ ചിഗുരേഷു താം ഖലമതിഃ ശൗരേഃ ചിരം സാന്ത്വനൈഃ നോ മുഞ്ചൻ പുനഃ ആത്മജ അർപ്പണഗിരാ പ്രീത അദാ യാതഃ ഗ്രഹാൻ ആദ്യം ത്വത്സഹജം തദ അർപ്പിതം അപി സ്നേഹേന ന അഹൻ അസൗ ദുഷ്ടാനാം അപി ദേവപുഷ്ടകരുണ ദൃഷ്ടാ ഹി ധീ ഏകദ. അർത്ഥം: ദേവകീദേവിയുടെ തലമുടിക്ക് പിടിച്ച് നിഗ്രഹിക്കാനൊരുങ്ങി നിൽക്കുന്ന ഖലബുദ്ധിയായ കംസൻ വസുദേവൻ്റെ സാന്ത്വന വചസ്സുകൾ കേട്ടിട്ടും ശാന്തനായില്ല. ദേവകി പ്രസവിക്കുന്ന എല്ലാ പുത്രന്മാരെയും സമർപ്പിക്കാമെന്ന വസുദേവൻ്റെ ശപഥം കേട്ട് അവൻ സംതൃപ്തനായി. എങ്കിലും ഭഗവാനെ, അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരനെ സ്നേഹം മൂലം അവൻ നിഗ്രഹിക്കാതിരുന്നത് ദുഷ്ടന്മാരിലും ചിലപ്പോൾ കാരുണ്യമുണ്ടാകാറുള്ളതുകൊണ്ടാണ്. ശ്ലോകം 9.
താവത്വന്മനസൈവ നാരദമുനി പ്രോജേ സഭോജേശ്വരം യൂയം നന്വസുരാസുരാച്ഛയതമോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്വദകൃതേ ഭാഭിസുരപ്രാർത്ഥനാത് ഇത്യാകർണ്യ യദൂനദൂധുന ദസൗ ശൗരേ ച സൂനു നഹൻ. പദം താവത് ത്വന്മനസാ ഏവ നാരദമുനി പ്രോജേ സഹ ഭോജ ഈശ്വരം യൂയം നനു അസുരാ സുരാ ച യദവഃ ജാനാസി കിം ന പ്രഭോ മായാവി സഹ ഹരിഃ ഭവത് വദ കൃതേ ഭാവി സുര പ്രാർത്ഥനാത് ഇതി ആകർണ്യ യദൂൻ അദൂധുനത് അസൗ ശൗരേജ സൂനൂൻ അഹൻ. അർത്ഥം: ആ സമയത്ത് അങ്ങയുടെ രഹസ്യ പ്രേരണ മൂലം ത്രിലോകസഞ്ചാരിയായ നാരദമുനി കംസനോട് പറഞ്ഞു, നിങ്ങൾ അസുരന്മാരും യാദവന്മാർ ദേവാംശഭൂതരുമാണെന്നറിയില്ലേ? മായാവിയും ദേവശുഭകാംക്ഷിയുമായ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന മൂലം നിന്നെ നിഗ്രഹിക്കാനായി യാദവകുലത്തിൽ ജനിക്കും. ഇത് കേട്ട് പരിഭ്രാന്തനായ കംസൻ യാദവന്മാർക്ക് സ്ഥാനഭ്രംശം വരുത്തുകയും ദേവകി നന്ദനന്മാരെയെല്ലാം വധിക്കുകയും ചെയ്തു. ശ്ലോകം 10. പ്രാപ്തേ സപ്തമഗർഭദാമഹിപദൗ ത്വത്പ്രേരണാത്മായയാ നീതേ മാധവരോഹിണീം ത്വമഭിഭോ സച്ചിൽ സുഖൈകാത്മകഃ ദേവഖ്യാ ജഡരം വിവേശിത വിഭോസ്തം സ്തൂയമാനസുരൈഃ സത്വം കൃഷ്ണവിധൂയ രോഗപടലിം ഭക്തിം പരാം ദേഹി മേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം പ്രാപ്തേ സപ്തമഗർഭദാം അഹിപദൗ ത്വത്പ്രേരണാത് മായയാ നീതേ മാധവ രോഹിണീം ത്വം അപി ഭോ സത് ചിത് സുഖ ഏക ആത്മകഃ ദേവഖ്യാ ജഡരം വിവേശിത വിഭോ സംസ്തൂയമാന സുരൈഃ സ ത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. അർത്ഥം: അങ്ങയുടെ മായാപ്രഭാവം നിമിത്തം ദേവകിയുടെ 7ാമത്തെ ഗർഭമായി തീർന്ന ആദിശേഷൻ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട് സച്ചിദാനന്ദമൂർത്തിയായ അങ്ങ് ദേവകി ഗർഭത്തിൽ പ്രവേശിച്ചു. ഭക്തജനാനുഗ്രഹാർത്ഥം അങ്ങനെ ചെയ്ത കൃഷ്ണ, എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റി മുക്തിപ്രദായകമായ പരമഭക്തി നൽകണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.